സത്യം എന്താണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ട് അത് പ്രസംഗത്തിലൊക്കെ ആയിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പിന്നീടും അനേക ഗാനങ്ങളിലൂടെ അച്ഛൻ ഈ സത്യത്തെ എത്ര മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ടുകളെക്കുറിച്ചും കൂടെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ആത്മീയ നവീകരണത്തിന് നേതൃത്വം നൽകിയ അതികായനായ ആത്മീയ ആചാര്യനാണ് ആദരണീയനായ മൈക്കിൾ പനച്ചിക്കലച്ചൻ. ദൈവവചന പ്രഘോഷണവും തൻ്റെ ജീവിതത്തിലൂടെയുള്ളതായ സാക്ഷ്യവും ഇതിനെ സമഞ്ജസമായി സത്തയിൽ സന്നിവേശിപ്പിക്കുവാൻ സാധിച്ചു എന്നതാണ് ബഹുമാനപ്പെട്ട പനച്ചിക്കലച്ചൻ്റെ പ്രത്യേകത. മൈക്കിൾ പനച്ചിക്കലച്ചനെ സഭ സമൂഹം അടയാളപ്പെടുത്തുന്നത് അച്ഛൻ്റെ ഉള്ളിൽ ഉറകൂടിയ ആത്മീയ അനുഭവം അത് അനേകം ഗാനങ്ങളായി ജനകോടികളുടെ ഹൃദയങ്ങളെ കഴിഞ്ഞ 50 വർഷങ്ങളായി ജ്വലിപ്പിച്ചു എന്നതിലാണ്. മൈക്കിളച്ചൻ്റെ ഗാനങ്ങൾ ഓരോന്നും വ്യതിരക്തമാണ്, അച്ഛൻ്റെ ശക്തമായ ദൈവാനുഭവത്തിൻ്റെ പ്രതിഫലനമാണ്. അച്ഛൻ്റെ ഭാഷാശൈലി, അച്ഛൻ്റെ വാക്ചാതുരി ഇതെല്ലാം ആ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആയതിനാൽ ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു ഗവേഷണ വിഷയമായി മൈക്കിൾ പനച്ചിക്കലച്ചൻ്റെ ഗാനശേഖരം വിഷയമാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അത് അനേകർക്ക് പ്രചോദനമാകട്ടെ. കാരണം കാലത്തെ അതിജീവിക്കുന്ന അനേകം ഗാനങ്ങൾ സഭയ്ക്ക് സമൂഹത്തിന് സംഭാവന ചെയ്ത അതികായനായ ഒരു ആചാര്യശ്രേഷ്ഠനാണ് മൈക്കിൾ പനച്ചിക്കലച്ചൻ. അച്ഛൻ്റെ ഗാനരചനയുടെ ഈ 50-ാം വർഷം ഇത് അസുലഭമായ ഒരു മുഹൂർത്തമാണ്. എല്ലാ പ്രാർത്ഥനകളും നന്മകളും നല്ല ആരോഗ്യവും മൈക്കിളച്ചന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു.